Welcome to Srinarayan Guru Open University Degree Classes. We are learning Introduction to Mass Communication, Block 5, Unit 3, Evolution of Telecasting. നമ്മളിവിടെ ടെലികാസ്റ്റിംഗിന്റെ എവല്യൂഷനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഏർലി കൺസെപ്ച്വൽ ആൻഡ് ടെക്നിക്കൽ ഫൗണ്ടേഷൻസ്, അതായത് ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു വലിയ പുരോഗതിയാണ്, ഈ ടെലി കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ സംഭവിച്ച വലിയൊരു പുരോഗതിയാണ് ഈ ഒരു ടെക്നിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടായി വന്ന കാലഘട്ടമാണ്. അപ്പോൾ നിപ്കോ എന്ന ഒരു ശാസ്ത്രജ്ഞൻ 1884 ഇൻവെന്റഡ് ദ നിപ്കോ ഡിസ്ക്, എ മെക്കാനിക്കൽ ഡിവൈസ് ഫോർ സ്കാനിങ് ഇമേജസ് ലേയിങ് ദ ഫൗണ്ടേഷൻ ഓഫ് ടെലിവിഷൻ. ടെലിവിഷന്റെ ഫൗണ്ടേഷൻ പാകിയ നിപ്കോ എന്ന് പറയുന്ന ഒരു ഡിസ്ക്, ഒരു നിപ്കോ ഡിസ്ക് എന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ഇദ്ദേഹം 1884 കണ്ടുപിടിച്ചു. ഇത് ഈ മേഖലയിൽ ഉണ്ടായ വലിയ ഒരു ഫൗണ്ടേഷൻ ലേയിങ് ഇവന്റ് തന്നെ ആയിരുന്നു. ദെൻ 1925 ജോൺ ലോഗി ബയാർഡ് demonstrated the first moving television image in the UK using mechanical system. Mechanical system ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് മൂവിംഗ് ടെലിവിഷൻ ഇമേജ് UK-യിൽ ഇൻവെന്റ് ചെയ്തത് അല്ലെങ്കിൽ അതിനെ പ്രവർത്തിപ്പിച്ചത് ഇദ്ദേഹമാണ്, ലോഗി ബയാർഡ് ആണ്. 1925 ഈ ഒരു സംഭവം. ദെൻ ഫിലോ ഫ്രോൺബർത്ത് 1927 ഡെവലപ്ഡ് ദ ഫസ്റ്റ് fully electronic television system in US. fully electronic ആയിട്ടുള്ള ടെലിവിഷൻ സിസ്റ്റം 1927 US ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ്പെരിമെന്റൽ ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് 1930s വരുന്ന എക്സ്പെരിമെന്റൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഇതിൽ ഫസ്റ്റ് റെഗുലർ TV ബ്രോഡ്കാസ്റ്റിംഗ് വരുന്നത് BBC ആണ്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി BBC ആണ് എക്സ്പെരിമെന്റൽ ട്രാൻസ്മിഷൻ UK-യിൽ 1936 ആദ്യമായിട്ട് ഒരു ബ്രോഡ് ടെലികാസ്റ്റിംഗ് നടത്തുന്നത്. ഇനി USA-യിൽ RCA അതുപോലെ NBC എന്നീ രണ്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾ ഒരു ഏർലി ബ്രോഡ്കാസ്റ്റിംഗ് ഈ ഒരു കാലഘട്ടത്തിൽ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് പ്രോഗ്രാംസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ TV എന്ന് പറയുമ്പോൾ 24/7 ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രോഗ്രാംസ് യാതൊരു ഇടവേളയും ഇല്ലാതെ പ്രോഗ്രാംസ് വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലല്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ സിമ്പിൾ വിഷ്വൽസ് ഇൻക്ലൂഡിങ് ന്യൂസ് റീൽസ്, അതുപോലെ സ്പോർട്സ്, അതുപോലെ ഷോർട്ട് എന്റർടൈൻമെന്റ് സെഗ്മെന്റുകൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന വളരെ ഷോർട്ട് ആയിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ദെൻ ഗ്രോത്ത് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ. ഈ കമേഴ്ഷ്യലൈസേഷൻ ഈ മേഖലയിൽ വരുന്നത് ഒരു 40കൾക്ക് ശേഷമാണ്, 1940കൾക്ക് ശേഷമാണ്. 1940 to 50s ആ ഒരു കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അതായത് വേൾഡ് വാർ സെക്കൻഡിന്റെ ആ ഒരു ഹാൾട്ട് പീരീഡിലാണ് ഇത് വരുന്നത്. ടെലിവിഷൻ ഡെവലപ്മെന്റ് സ്ലോഡ് ഡ്യൂ ടു ദ വാർ ബട്ട് റെസ്യൂംഡ് റാപ്പിഡ്ലി ആഫ്റ്റർവേർഡ്. ഈ ഒരു കാലഘട്ടത്തില്, ലോകയുദ്ധകാലത്ത് ടെലിവിഷന്റെ ആ ഒരു സ്ട്രീമിംഗ് ഒന്ന് ഒതുങ്ങി എന്ന് പറയാം. അതായത് ഒരു ഡിക്ലൈൻ ചെയ്തിട്ടില്ല, പക്ഷെ അതിന്റെ ആ ഒരു ബൂം അങ്ങ് ഒതുങ്ങിയിട്ട് വളരെ ഒരു നോർമൽ ആയിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ ലോകയുദ്ധം കഴിഞ്ഞതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ ഒരു കുതിച്ചുചാട്ടം ഈ മേഖലയിൽ ഉണ്ടായി. അതായത് ഒരു പോസ്റ്റ് വാർ ബൂം എന്ന് പറയാം. സോ വാട്ട് ഇസ് ദ പോസ്റ്റ് വാർ ബൂം? TV sets became commercially available, leading to increased household adoption. അതായത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഈ മേഖലയിൽ, TV മേഖലയിൽ, ടെലിവിഷൻ മേഖലയിൽ ഒരു ബൂം ഉണ്ടായി. അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ അവൈലബിൾ ആയി. കൂടാതെ ഒരു ഹൗസ് ഹോൾഡ് അഡോപ്ഷൻ, ഗാർഹികമായിട്ടുള്ള ഇതിന്റെ ഉപയോഗവും നിലവിൽ വന്നു. അതാണ് ഈ മേഖലയിൽ വന്ന ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം. അപ്പൊ ദ ഫസ്റ്റ് കമേഴ്ഷ്യൽ TV നെറ്റ്വർക്ക് എന്ന് പറയുന്നത് CBS ആണ്. CBS-ഉം അതുപോലെ NBC അതുപോലെ ABC ബിഗൻ നാഷൻ വൈഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ദെൻ ഇതിന്റെ ഒരു കണ്ടന്റ് എക്സ്പാൻഷൻ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഇൻട്രൊഡക്ഷൻ ഓഫ് സോപ്പ് ഒപ്പേറാസ്, ഒരു ഒപ്പേറ സിസ്റ്റം, അതായത് ഒരു എന്റർടൈൻമെന്റ് ഹബ് ആണല്ലോ ഒപ്പേറ എന്ന് പറയുന്നത്. അവിടെ തിയേറ്റർ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു സിസ്റ്റം. സോ
ഒരു സോപ്പ് ഒപ്പേറാസ് വന്നു, അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഷോസ് ഈ കാലഘട്ടത്തിൽ വരുന്നു, പിന്നെ സിറ്റ്കോംസും അതുപോലെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. ഇനി ഈ സമയത്തൊക്കെ എന്താണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ ആയിരിക്കും ഉണ്ടായിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻസ് കളറില്ലാത്ത വൈറ്റും ബ്ലാക്കുമായിട്ട് എല്ലാ ഇമേജസും ബ്ലാക്കും വൈറ്റും 2 കളേഴ്സിൽ മാത്രം കാണുന്ന ഒരു സിസ്റ്റം. എന്നാൽ പിന്നീട് കളർ ടിവികളുടെ കാലം വരുന്നത് ഇതിന് ശേഷമാണ്. ഫസ്റ്റ് കളർ ബ്രോഡ്കാസ്റ്റ് ഒക്കേർഡ് ഇൻ US in 1954. 1954 കളർ ടെലിവിഷൻ, ഒരു പുതിയ ഇൻവെൻഷൻ ആയിട്ട് കളർ ടെലിവിഷൻ വരുന്നത്. ഇനി ടെലിവിഷന്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് 1950-കൾക്ക് ശേഷമുള്ള 60-കൾക്ക് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ടിവിയുടെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. അതായത് വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ ഓഫ് ടെലിവിഷൻ ബിക്കം എ സെൻട്രൽ ഫീച്ചർ ഇൻ ഹോം. വീടുകളിലെ ഒരു സെൻട്രൽ ഫീച്ചർ ആയിട്ട്, അതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ടെലിവിഷൻ വരുന്നത് ഈ 50-കൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിലാണ്. ഇനി ഡൈവേഴ്സ് പ്രോഗ്രാമിങ്സ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. പ്രോഗ്രാംസിൽ ആ ഒരു ഏകതാനത്തേക്ക് മാറി വളരെ ഡൈവേഴ്സിറ്റീസ് ഒക്കെ വന്നു. ന്യൂസുകൾ വന്നു, ലൈവ് സ്പോർട്സ് വന്നു, ടോക്ക് ഷോസ് വന്നു, അതുപോലെ ഡ്രാമകളും ക്വിസ് ഷോസും ഒക്കെ വളരെ ഫ്ലറിഷ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. ഇനി ഗ്ലോബൽ ഇവന്റുകൾ കവറേജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ടിവികൾ മാറി, അതായത് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികൾ മാറി. ഇപ്പൊ TV ബ്രോഡ്കാസ്റ്റിംഗ് ഇവന്റുകൾ, മൂൺ ലാൻഡിങ് ഒക്കെ, അതായത് ചന്ദ്രനിൽ കാലുകുത്തി മൂൺ ലാൻഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കോളികളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ ഇവന്റുകളൊക്കെ ടിവികളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിട്ടുള്ള ഓരോ അത്ഭുത സംഭവങ്ങൾ. നമുക്കിത് സംസാരിക്കുന്ന കാലത്ത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവില്ല, കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വളരെ ലൈവായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ അന്ന് അങ്ങനെ അല്ല, സ്ഥിതി വളരെ ഡിഫറെന്റ് ആണ്. അപ്പോ ഇതൊരു വലിയ കണ്ടുപിടുത്തം, ചന്ദ്രനിൽ കാലുകുത്തുന്ന ആ ഒരു ഇവന്റ് ലോകം മുഴുവൻ അറിയുന്നു. അപ്പൊ മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ഇവന്റ് ആയിരുന്നു. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ് 1970-കൾക്ക് ശേഷമൊക്കെ ഉണ്ടായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകൾ, കേബിൾ ടിവിയും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിങ്ങും വീഡിയോ കാസറ്റ് റെക്കോർഡൻസും ഇതൊക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി 1990-കൾ മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ തന്നെയാണ്. ഡിജിറ്റൽ മേഖലയിലുള്ള ഒരു വിപ്ലവം സംഭവിച്ച ഒരു കാലഘട്ടം തന്നെയാണ്. സോ ട്രാൻസിഷൻ ടു ഡിജിറ്റൽ ടിവിയിലേക്കുള്ള ഒരു കൂടുമാറ്റം ഈ കാലത്തുണ്ടായി. പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ കൂടുതൽ കൂടിയ റെസൊല്യൂഷനൊക്കെ, ഹൈ റെസൊല്യൂഷനൊക്കെ വന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ, അതായത് HD ടിവികളൊക്കെ വന്നത് ഈ ഒരു കാലഘട്ടം. ഭയങ്കര സുപ്രീം ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള, വ്യൂയിങ് എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ള TV. നമുക്കറിയാം മുൻപൊക്കെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള സ്ക്രീനുകളായിരുന്നു, എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഫ്ലാറ്റ് സ്ക്രീനിലേക്കുള്ള ഒരു ട്രാൻസ്മിഷൻ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ഇന്നോവേഷൻ ആയിട്ട്, ഈ മേഖലയിലുള്ള ഇന്നോവേഷൻസ് ആയിട്ട് വന്നു. അതുപോലെ സ്പെഷ്യാലിറ്റി ചാനലുകൾ എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അത് ന്യൂസിന് വേണ്ടി ഒരു ചാനൽ, എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു ചാനൽ, സ്പോർട്സിന് വേണ്ടി ഒരു ചാനൽ, സിനിമകൾക്ക് മറ്റൊരു ചാനൽ, മ്യൂസിക്കിന് വേണ്ടി മറ്റൊരു ചാനൽ, അതുപോലെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങള്, ശാസ്ത്രം, യാത്ര, ഇങ്ങനെ ഓരോ മേഖലയിലെ സ്പെഷ്യലൈസേഷൻ ചാനലുകളിൽ വന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി ഇന്ററാക്റ്റീവ് TV എന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. അതായത് ഏർലി ഫോംസ് ഓഫ് ഇന്ററാക്റ്റീവ് കണ്ടന്റ് എമേർജ്ഡ്, എൻഹാൻസിങ് വ്യൂവർ എൻഗേജ്മെന്റ്. അതായത് വ്യൂവേഴ്സിനെ കംപ്ലീറ്റ്ലി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്ററാക്റ്റീവ് TV ഷോസ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. ദെൻ ഇന്റർനെറ്റ് ആൻഡ് ഓൺ ഡിമാൻഡ് സ്ട്രീമിംഗ് വരുന്നത് 2010 മുതൽ തുടങ്ങി ഇപ്പോഴും പ്രസന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സ്മാർട്ട് ടിവികൾ വന്നു, അതുപോലെ OTT ഒക്കെ നമുക്ക് 2020-ന് ശേഷമൊക്കെ വന്നിട്ടുള്ള OTT ഒരു വലിയ ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ള വലിയ ഒരു റെവല്യൂഷൻ തന്നെയാണ്. അപ്പോൾ OTT സർവീസ്, പല പ്ലാറ്റ്ഫോമുകളും OTT സർവീസ് നൽകുന്നുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സ്, ഹൂലു, അതുപോലെ യൂട്യൂബ് ഒക്കെ ഈ ഒരു മേഖലയിൽ കണ്ടന്റ് വളരെ റെവല്യൂഷണറൈസ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് തന്നു. അതുപോലെ ലൈവ് സ്ട്രീമിംഗ് പോസിബിൾ ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതിന്റെയൊക്കെ അതിപ്രസരം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇന്ന് ഈ കാണുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ആകമാനം വലിയ റെവല്യൂഷൻസ് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.